എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പണ്ട് കവിത എഴുതുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് കവിത എഴുതാറില്ല. എങ്കിലും എൻ്റെ കവിത എഴുതുന്ന പുസ്തകത്തിലെ ഏതാനും വരികൾ വായിക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴാണ് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ പാടുമ്പോൾ നീ ശ്രോതാവാകുന്നു. ഞാൻ എഴുതുമ്പോൾ എൻ്റെ തൂലികയ്ക്കർത്ഥമുണ്ടാകുന്നു. എൻ്റെ തൂലിക അക്ഷരങ്ങളുടെ കൂട്ടുപിടിച്ച് വാക്കുകളായി പൊഴിയുമ്പോൾ കവിതയായി. അതിനെ നെഞ്ചിലേറ്റാൻ ഈ താളുകൾ നിന്നടുത്തെത്തുമ്പോൾ നീ അതിനെ സ്വീകരിച്ചാൽ ഈ അക്ഷരങ്ങൾ വൃഥാവായില്ല. എങ്കിലും അക്ഷരങ്ങൾ നിനക്കും എനിക്കും സ്വന്തമായി തീരുന്ന നിമിഷങ്ങൾ ഇവിടെ ഞാനും നീയും തനിച്ചല്ലോ സംവദിക്കുന്നത്. നിന്നുടെ ഉള്ളിൽ നിനക്ക് വേണ്ടി നിനക്കായി തീർത്ത ചതുരത്തിനുള്ളിൽ നിമിഷങ്ങളിൽ എന്നുടെ ഉള്ളിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഏകാന്തമായ നിമിഷങ്ങളിൽ ഞാൻ എഴുതുന്നു. അതെങ്ങനെയോ നിൻ്റേതായിത്തീരുന്നു, നിങ്ങളുടേതായിത്തീരുന്നു. ചിലപ്പോൾ എന്നോടൊപ്പം ഈ വാക്കുകളും തനിച്ചാവും. ദിസ് ഈസ് വാട്ട് ഐ റോട്ട് അബൌട്ട് മൈ റൈറ്റിംഗ്. എൻ്റെ എഴുത്തുകൾ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ സംവദിക്കുന്നതും എൻ്റെ പുസ്തകത്താളുകളിൽ ഇവിടെ തന്നെ മറഞ്ഞിരിക്കുകയും ചെയ്ത ഏതാനും വരികൾ മാത്രമാണ്. പിന്നീട് കവിത എന്ന് പറയുന്ന അതെനിക്ക് വളരെ ദിവസമായിട്ട് കുറച്ച് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണെങ്കിൽ പോലും ഞാൻ അതിനോട് നോ പറഞ്ഞ്, അങ്ങനെ നോ നമുക്ക് പറയാൻ സാധിക്കില്ല, അതൊരു പേഴ്സണാലിറ്റി ആണല്ലോ. എങ്കിലും കവിതയെ ഒന്ന് അകറ്റി നിർത്തിയ ശേഷം പാട്ടിൻ്റെ കൂട്ടുപിടിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇത്രയാണ് വിചാരിച്ചത്. എന്നെക്കാളും എത്രയോ ഭംഗിയായിട്ട് എഴുതുന്ന കവികൾ അവരുടെ വരികൾ സുന്ദരമായി ആലപിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് സന്തോഷം കിട്ടുവാൻ ഞാൻ പിന്നെ മ്യൂസിക്കിൻ്റെ പിന്നാലെ കൂടി